സൈരന്ധ്രി പകർന്ന കുളിര് ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. തിരക്കുകൾ തെല്ലൊന്ന് പേടിപ്പിച്ചെങ്കിലും ഈ യാത്രയുടെ അനുഭൂതി പകർത്താതെ വയ്യല്ലോ. തികച്ചും യാദൃശ്ചികമായൊരു യാത്ര. മുന്നൊരുക്കങ്ങളില്ലാതെ, ചമയക്കെട്ടില്ലാതെ, പച്ചയായ ഹൃദയവുമായി കാട്ടിലേക്ക്. സൈലന്റ് വാലി എന്ന തലക്കനമേറിയ പേരുണ്ടെങ്കിലും എനിക്കവളെ സൈരന്ധ്രി എന്ന് വിളിക്കുവാനാണിഷ്ടം. വഴി പറയാനറിയില്ല. എങ്കിലും പുലർച്ചെ 5 മണിക്ക് ആരംഭിച്ച 7 അംഗ സംഘയാത്ര. ഞാനിവിടെ പുത്തനാണെങ്കിലും ഔപചാരികമായ പരിചയപ്പെടലുകളില്ലാതെ യുഗാന്തര ബന്ധമുള്ള പോലെ സംസാരിച്ചു. കുറ്റ്യാടി നിന്നും പുറപ്പെട്ട് മണ്ണാർക്കാട് എത്തുന്നത് അറിഞ്ഞതേയില്ല. പ്രാതൽ കഴിച്ച് വീണ്ടും വണ്ടിയിൽ. വഴിയിൽ നിന്നും കുറച്ച് പഴങ്ങൾ വാങ്ങിക്കരുതി. അട്ടപ്പാടി ചുരം കയറി മനസ്സിനെ മയക്കുന്ന ചിത്രങ്ങൾ സമ്മാനിച്ച് ഞങ്ങൾ ഏകദേശം 11 മണിയോടെ ലക്ഷ്യസ്ഥാനത്തേക്കെത്തി. അവിടെ നിന്നും പിന്നീട് ദേശീയോദ്യാനത്തിലേക്കുള്ള യാത്ര ഫോറസ്റ്റ് ജീപ്പിലായിരുന്നു. പ്രവേശന ഫീസ് അടച്ച് 6 പേർക്ക് സഞ്ചരിക്കാൻ അനുവദിക്കപ്പെട്ട ജീപ്പിൽ ആകാംക്ഷയോടെ ഇരിപ്പുറപ്പിച്ചു. പ്രദേശത്തെക്കുറിച്ച് വാചാലനായ ഡ്രൈവർ വ്യക്തമായ ചരിത്രങ്ങളും ശാസ്ത്രീയമായ അറിവുകളും പകർന്നു തന്നു. ദേശീയോദ്യാനത്തെക്കുറിച്ചൊക്കെ അറിയാൻ വിക്കിപീഡിയ ഉണ്ടല്ലോ എന്ന കുരുട്ടു ചോദ്യങ്ങൾക്ക് ഇപ്പോൾ പ്രസക്തിയില്ല. ഒപ്പം കാണുവാൻ എന്താണുള്ളത്, കാടല്ലേ എന്നതിനും. യാത്ര തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ഇത്തരം സ്ഥലങ്ങളുടെ ആസ്വാദകരാണോ എന്ന്. എങ്കിൽ മാത്രമേ എൻ്റെ ഈ ഭാഷയുടെ ആഴം തിരിച്ചറിയുവാൻ സാധിക്കുകയുള്ളൂ. 237 സ്ക്വയർ കിലോമീറ്റർ വിന്യസിച്ചു കിടക്കുന്ന പശ്ചിമഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന സൈലന്റ് വാലി ദേശീയോദ്യാനത്തിൽ സംരക്ഷിത മൃഗമായ സിംഹവാലൻ കുരങ്ങ്, കരിങ്കുരങ്ങ്, മലയണ്ണാൻ, ചെന്നായ, കടുവ, വിവിധയിനം ചിത്രശലഭങ്ങൾ, മറ്റു ജീവിസസ്യജാലങ്ങൾ എന്നിവ വിരാജിക്കുന്നു. 89 സ്ക്വയർ കിലോമീറ്റർ വനാന്തർ ഭാഗത്തിൻ്റെ ഏകദേശം 10% ഭാഗം മാത്രമേ നമുക്ക് സഞ്ചരിക്കാൻ അനുവദിക്കപ്പെട്ടിട്ടുള്ളൂ. തീർത്തും ശാന്തം. അന്തേവാസികളായ ജീവജാലങ്ങൾ നിബിഡ വനങ്ങൾക്കിടയിൽ കാണണമെന്ന് വാശി പിടിക്കുന്നതിൽ കഴമ്പില്ല. എങ്കിലും മലയണ്ണാനെയും കരിങ്കുരങ്ങിനെയും യാത്രാമധ്യേ കാണാൻ കഴിഞ്ഞു. ഇടവഴികളിലെ പാറയിടുക്കുകളിൽ ഊഴ്ന്നിറങ്ങി കളിക്കുന്ന നീർച്ചാലുകൾ കണ്ടപ്പോൾ ഡ്രൈവർ വണ്ടി ഒതുക്കി തന്നു. ചാടിയിറങ്ങി ആവോളം ദാഹമകറ്റി. ഒപ്പം ചില സ്റ്റിൽ ഫോട്ടോകളും. നമ്മെ ചേർത്ത് തഴുകുന്ന തണുത്ത കാറ്റിൻ്റെ ലഹരി. യാത്രാമധ്യേ അപരിചിതമായ പല വൃക്ഷങ്ങളും ഡ്രൈവർ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി. അതിൽ കുന്തിരിക്കം, ചുരുളി, വെടിപ്ലാവ് തുടങ്ങിയവ മനസ്സിൽ തങ്ങി നിൽക്കുന്ന പേരുകൾ. ഇറങ്ങുന്നിടങ്ങളിൽ ഞങ്ങളെ വരവേറ്റ് ഒരു കൂട്ടം ചിത്രശലഭങ്ങൾ. ഇത് ചിത്രശലഭങ്ങളല്ല, രത്നങ്ങളാണ് എന്ന് ആലേഖനം ചെയ്യപ്പെട്ട ബോർഡിനു ചുറ്റും പാറിക്കളിക്കുന്നു. നനുത്ത കാഴ്ചകൾ അവസാനിക്കുന്നില്ല. സമയത്തിന് വല്ലാത്ത വേഗത. ശേഷം വണ്ടി ഒതുക്കിയത് അന്തിമ സ്ഥാനത്ത്. വാച്ച് ടവർ ലക്ഷ്യമാക്കി നടന്നു. സന്ദർശകർക്ക് മുൻപിൽ 2 തെരഞ്ഞെടുപ്പുകളുണ്ട്. ഒന്ന്, വാച്ച് ടവറിൽ കയറി 4 കുന്നുകളുടെ മടിത്തട്ടിൽ മയങ്ങിക്കിടക്കുന്ന സൈരന്ധ്രി എന്ന അപ്സരസിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുക. 2, 1.5 കിലോമീറ്റർ നീണ്ട പാതയിലൂടെ കുന്തിപ്പുഴയിലേക്ക് ട്രക്കിംഗ്. പക്ഷേ 22 കിലോമീറ്റർ മനുഷ്യസ്പർശമേൽക്കാതെ വശ്യമായി ഒഴുകുന്ന കുന്തിയെ സ്പർശിക്കാൻ അനുവദിക്കില്ലെന്ന് മാത്രം. ഞങ്ങൾ ഒന്നാമത്തേത് തിരഞ്ഞെടുത്തു. സുഗതകുമാരി ടീച്ചർ സമരം ചെയ്തെതിർത്ത കുന്തിപ്പുഴയുടെ കുറുകെ തീർക്കാൻ ശ്രമിച്ച ഡാം, ദേശീയോദ്യാനത്തിൻ്റെ ഉദ്ഘാടനം, സാമാഷും ഗൈഡിനൊപ്പം ചരിത്രത്തിൻ്റെ കഥക്കെട്ടുകൾ അടുക്കി പറഞ്ഞു തന്നു. വാച്ച് ടവറിലേക്കുള്ള സ്റ്റെപ്പുകൾ സാഹസികമായിരുന്നു. എങ്കിലും മുകളിലെത്തിക്കഴിഞ്ഞപ്പോൾ സൈരന്ധ്രിയുടെ നഗ്ന സൗന്ദര്യം വാക്കുകളിലോ വരകളിലോ അറിയിക്കാൻ ആർക്കും കഴിയില്ലെന്നത് സാരം. 4 ദിശകളിലും അവളെ തടഞ്ഞു നിർത്തി നീലഗിരികൾ. അവളെങ്ങാനും ഓടിയകന്നാലോ എന്ന പേടി പോൽ കുത്തനെ നിൽക്കുന്നു.
അരക്കെട്ടിൻ്റെ സൗന്ദര്യം കൂടി കിലുങ്ങിയൊഴുകുന്ന കുന്തിപ്പുഴ വെള്ളിയരഞ്ഞാണ് പോൽ തന്നെ. ആ കാഴ്ചയിലെ ഉന്മാദം കൊണ്ടാണോ എന്നറിയില്ല. ഇതിനപ്പുറം എനിക്ക് പറയാനും അറിയില്ല. സ്വർഗമെന്നത് ഇവയൊക്കെയാണ്. തിരിച്ചത് സൈരന്ധ്രിയുടെ ഓർമ്മകൾ ആവാഹിച്ചിട്ടാണ്. സാമാഷ് അവിടെ എത്ര തവണ പോയെന്നറിയില്ല. കൂടെയുള്ളവരും കാടിൻ്റെ വശ്യതയിൽ അമർന്നിരിക്കുന്നു. പുറത്തുള്ളവരോട് പറയുവാൻ ഇത്രമാത്രം: ജീവിക്കുന്നതിനിടയിൽ ഒന്നിവിടം വരെ എത്താൻ സമയം കാണുക. തുടർന്ന് ഭവാനിപ്പുഴയുടെ പൊട്ടിച്ചിരികളിൽ ഇത്തിരി നേരമിരുന്നു. അരിശമുക്കിലെ വ്യൂ പോയിന്റിൽ സായാഹ്നം പങ്കുവച്ചു. നാട്ടിലേക്ക് പുറപ്പെട്ടു. മല്ലീശ്വരം കുന്നും ആചാരങ്ങളും ഇരുളരും കുറുവരും, ഒപ്പം കുറച്ച് സ്വപ്നങ്ങളും. യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. യാത്രകൾ വീണ്ടും പൂവിടട്ടെ. യാത്രക്കാർക്കുള്ള ഒരേ സ്വപ്നം യാത്രകളിൽ സുഗന്ധം പൊഴിക്കട്ടെ.